ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ, സദ്യക്ക് നമ്മൾ കഴിക്കുന്ന രീതിയിലുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താണേലും വിഷു ആണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അടിപൊളിയായിട്ടൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പഴയ കാലത്തൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ, പഴയ കാലത്ത് നമ്മുടെ അമ്മുമ്മയൊക്കെ എങ്ങനെയാണോ കുക്ക് ചെയ്തിരുന്നത് അതുപോലെ നമുക്ക് കേടുകൂടാതെ കുറച്ചധികം ദിവസം ഇരിക്കാവുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. പിന്നെ മാമ്പഴത്തിൻ്റെ കാലമാണല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് പഴുത്ത മാമ്പഴമൊക്കെ കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും മാമ്പഴ പുളിശ്ശേരിയോ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല കുറുകിയ ചാറാണ് ഇഷ്ടം, അല്ലേ? നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. എങ്കിൽ ഞാൻ ഇതിനകത്ത് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഐറ്റമായിട്ട് റെഡിയാക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ സൈസ് മാമ്പഴമാണ്. സാധാരണ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആ ഇനത്തിൽപ്പെട്ട മാങ്ങയാണ് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ തൊലി നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. അത് തൊലി ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്കിങ്ങനെ കൈകൊണ്ട് നമുക്ക് പൊളിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ ഈ ഒരു രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നല്ല പോലെ നമ്മുടെ കൈ കൊണ്ട് നല്ലോണം ഞെരടി അതിൻ്റെ ജ്യൂസൊക്കെ അതിലേക്ക് ആകുന്ന രീതിയിൽ നല്ല പോലെ ഞെരടി നല്ലപോലെ എടുക്കണം. അതിൻ്റെ ജ്യൂസെല്ലാം നമുക്ക് ആയിട്ട് അതിലത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ വേവിക്കേണ്ടത് അതിലേക്ക് ആ ജ്യൂസായിട്ടുള്ള അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അത് കുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കത് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം വേണമല്ലോ. അപ്പോൾ ആ മാമ്പഴം മുങ്ങിക്കിടക്കാവുന്ന അത്രയും രീതിയിൽ മാത്രം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് തേങ്ങ അരച്ചതാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് 2 കപ്പ് ഞാൻ ചേർത്തു. ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. നല്ല ക്രീമി ആയിട്ടുള്ള തൈരാണ് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള. അപ്പോൾ ഞാൻ അതൊരു 2 കപ്പ് അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തൈരൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. അതുപോലെ തേങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കണം. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ തൈരും നമ്മൾ അരച്ചെടുത്ത തേങ്ങയും കൂടെ നല്ല പോലെ മിക്സാക്കി നമുക്ക് എടുക്കാം ഒരു സ്പൂൺ കൊണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. ഒരു സ്പൂൺ വെച്ച് കോരി നോക്കുമ്പോൾ അറിയാം അതിന് എത്രത്തോളം തിക്കാണെന്ന്. ഒത്തിരി തിക്കാണെങ്കിൽ നമുക്ക് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. കാര്യം പിന്നീട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ അത് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരി ചീത്തയാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് താളിക്കാനായിട്ട് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി 2ആയിട്ട് പൊളന്നിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ പച്ചമുളക് അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചുവന്നുള്ളിയാണ്, അതും ഇതുപോലെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വറ്റൽ മുളകും കറിവേപ്പിലയും അത് നമ്മുടെ മസ്റ്റാണല്ലോ. നമ്മൾ ഇങ്ങനത്തെ കറിയൊക്കെ വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ എല്ലാ കറികൾക്കും ഏറ്റവും പ്രധാനമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വരുന്ന മാങ്ങയൊക്കെ ഒന്ന് റെഡിയായിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ വേവിച്ചിവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുപ്പിലൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ടിപ്സാണ്, ആദ്യം നമ്മൾ പച്ചമുളക് തന്നെയാണ് നമ്മൾ മൂപ്പിച്ചെടുക്കേണ്ടത്. കാരണം പച്ചമുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറ്റിയെടുക്കണം ആദ്യം തന്നെ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറി പിന്നീട് അധികം ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. ഇനി പച്ചമുളകിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നോക്കിയാൽ പച്ചമുളകൊക്കെ നല്ല ക്രിസ്പി ആയല്ലോ. ഇനി നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലേക്ക് നമുക്ക് നല്ലപോലെ കൊണ്ട് നല്ലോണം തിരുമ്മി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാര്യം അതാകുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും.
ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടി കരിയാതെ മൂപ്പിച്ചെടുക്കണേ. ഇനി നമുക്ക് അവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തൈരും തേങ്ങ അരച്ചതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറണം. ഈ തൈരിൻ്റെയും ഈ തേങ്ങ അരച്ചതിൻ്റെയും പച്ച ടേസ്റ്റ് നന്നായിട്ട് മാറണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ, എന്നാലേ അതെല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സായി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മാമ്പഴം അത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഒരു കയ്യിൽ വെച്ച് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി കളറൊക്കെ കുറവാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറേശ്ശെ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അധികം തിളക്കാനായിട്ട് പാടില്ല. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി പുളിപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പുളിപ്പ് മാറിയിട്ട് ആ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. മേൻപൊടിയായിട്ട് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ഒരു സ്പൂൺ കൊണ്ടോ കയ്യിൽ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തിളക്കാൻ പാടില്ല. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്താണ്. ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നോക്കിയിരിക്കുക. അതിൻ്റെ താഴെ നിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ കുമിളകളായിട്ട് അതിങ്ങനെ തിളച്ച് വരുന്നത് കാണാം. അങ്ങനെ തിളച്ച് പൊട്ടിപ്പോവരുത്. ആ കുമിള പൊട്ടിപ്പോകുന്നതിന് മുന്നേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ തൈരും അതിൻ്റെ ആ തേങ്ങയൊക്കെ കൂടെ പിരിഞ്ഞു പോവും. അതിൻ്റെ ആ ഒരു ടേസ്റ്റും നമുക്ക് നഷ്ടപ്പെട്ടു പോവും. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഇങ്ങനെ പൊട്ടി പോകുന്നതിന് മുന്നേ നമുക്കതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന അതേ രീതിയിലുള്ളൊരു പുളിശ്ശേരി തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി അതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി നോക്കാം. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. സദ്യക്ക് തയ്യാറാക്കുന്ന അതേ രീതിയിലുള്ളൊരു പുളിശ്ശേരിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി വിഷുവൊക്കെ വരുമ്പോഴത്തേക്കും വീട്ടിലുള്ളവർക്ക് തീർച്ചയായിട്ടും എല്ലാവരും വളരെ നൊസ്റ്റാൾജിയ ഉള്ളൊരു സംഭവമാണ് ഈ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.